ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർ വി രാജേഷ് ജിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ വീഡിയോ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. മുഴുവൻ കാണണം. ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർ അവർക്ക് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി താലൂക്ക് ചീരാൽ വില്ലേജ് നെന്മേരി പഞ്ചായത്ത് പാഴൂർ ദേശത്ത് താമസിക്കും നെല്ലിയാളം വീട്ടിൽ അജിത ബോധിപ്പിക്കുന്ന സങ്കട ഹർജി. സർ, ഞാനൊരു കിഡ്നി രോഗിയാണ്. 2 കിഡ്നിയും സിസ്റ്റായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഒരു ടാബ്ലറ്റിന്റെ പേര് 8 ടാബ്ലറ്റും മറ്റൊന്ന് 40 mg ഒരു ടാബ്ലറ്റുമാണ് ദിവസവും കഴിക്കുന്നത്. അങ്ങനെ കുറച്ച് എഴുതിയിട്ടുണ്ട്. ഞാനും ഭർത്താവിന്റെ പെങ്ങളും 5 മക്കളും അടങ്ങുന്നതാണ് എന്റെ കുടുംബം. ഭർത്താവിന് കൂലിപ്പണിയാണ്. ഇപ്പോൾ നടുവേദനയും കുറച്ച് അസുഖം അദ്ദേഹത്തിന് എഴുതിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് കോഴിക്കോട് ചികിത്സയിലായിരുന്നു. ഓരോരുത്തരായി ആശുപത്രി ആയത് മൂലം ഇതുവരെയായി ഒരു വീട് വയ്ക്കാൻ സാധിച്ചിട്ടില്ല. ലൈഫ് മിഷനിൽ അപേക്ഷിച്ചിരുന്നു. കളക്ടർക്ക് നിവേദനം കൊടുത്തിരുന്നു. ഒരു വീടിനായി എവിടെ നിന്നും ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി എനിക്ക് ഒരു വീട് വെക്കാനുള്ള സഹായം അനുവദിച്ചു നൽകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് തിരുവനന്തപുരം മേയർക്ക് വയനാട്ടിൽ നിന്ന് ഒരു വനിത, ഒരു വീട്ടമ്മ ഒരു കത്തെഴുതിയിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് ഇത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ അധികാര പരിധിയിൽ പെട്ട വിഷയമല്ലെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ ഒരു 48 മണിക്കൂർ മുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കേരളത്തിലെ വയനാട് ജില്ലയിൽ താമസിക്കുന്ന അസുഖം ബാധിച്ച ഒരു പാവപ്പെട്ട വീട്ടമ്മ പ്രതീക്ഷ അർപ്പിക്കുന്നു എന്നുള്ളിടത്താണ് ഈ കോർപ്പറേഷൻ ഭരണസമിതിയുടെ വിജയം. വീടിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന കോർപ്പറേഷനിലെ PNA സെക്ഷനിലെ ഒരു ഉദ്യോഗസ്ഥനെ കണ്ണൂർ കോർപ്പറേഷനിൽ നിന്നും വിളിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ തിരുവനന്തപുരത്ത് നടപ്പിലാക്കുന്നതെന്ന് കണ്ണൂർ കോർപ്പറേഷനിൽ നിന്നും വിളിച്ച് ചോദിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം സെക്രട്ടറി ഉൾപ്പെടുന്ന ഒരു മീറ്റിംഗിൽ ആ ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് പറഞ്ഞത്. എന്തായാലും മേയർ എന്നുള്ളത് കോർപ്പറേഷന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് നമുക്കിത് വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കാനുള്ള തടസ്സം ഉണ്ടാകും. എന്തായാലും മേയർ എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ 101 പേരെയും വിശ്വസിച്ചുകൊണ്ട് ഈ വനിത അയച്ചിരിക്കുന്ന കത്തിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് അവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം വ്യക്തിപരമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ഏറ്റെടുക്കുകയാണ്. ഈ കൗൺസിൽ, ഇന്നത്തെ കൗൺസിൽ അവർക്ക് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് വീട് വെച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ സ്ഥലം വാങ്ങി വീട് വെച്ചു കൊടുക്കും. നമ്മുടെ ഇന്നത്തെ കൗൺസിൽ യോഗം കഴിഞ്ഞ് 24 മണിക്കൂറിനകം മേയറുടെ പ്രതിനിധി വയനാട്ടിൽ അവരുടെ വീട്ടിലെത്തി അവരുമായിട്ട് നേരിട്ട് സംസാരിക്കുമെന്ന് ഞാൻ ഔദ്യോഗികമായി അറിയിക്കുകയാണ്.